ഇതാണ് ഞങ്ങളെ ഗൾഫത്തെ റൂം. ഒരു 95% ബംഗാളികളാണ്. ബാക്കിയുള്ള 5%-ത്തിലാണ് ഞാൻ ഉൾപ്പെടെയുള്ള 3 മലയാളി. അതുകൊണ്ട് തന്നെ റൂമിലുള്ള മാറ്റം നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും. ഇപ്പൊ കുറച്ച് കഴിഞ്ഞാണ്ട് ഒരുപാട് നല്ല ആൾക്കാരെ നമുക്ക് മെസ്സേജ് അയക്കാം. സൗദി രാജ്യത്തില്ലോല് പറയുന്നത് ഇവിടെ ഒന്നും ഇങ്ങനെ 2 കട്ടിലെങ്ങാണ്ട് ഇല്ല, ഇവിടേക്ക് ഒരൊറ്റ കട്ടിലെങ്ങാണ്ട് മാത്രമേ ഉള്ളൂ. എന്തായാലും പതിവ് തെറ്റിക്കാതെ ഞാൻ ഇന്നും ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങി. ആ ബാക്കിൽ കാണുന്ന ആളെല്ലാം ശ്രദ്ധിച്ചങ്ങള്. എന്റെ ഒക്കെ വല്യപ്പാന്റെ പ്രായമുണ്ട്. മൂപ്പര് ഇപ്പോഴും ഇവിടെ ഗൾഫിലില്ലേ, വയസ്സായിങ്ങാണ്ട് അങ്ങ് എത്തിയിട്ടും ഇപ്പോഴും പണിക്ക് പോണ കുറെ ആൾക്കാരെ ഞാൻ അവിടെ കണ്ടിട്ട്. ഓലൊക്കെയാണ് പ്രവാസത്തിൽ തോറ്റവര്. ഇട്ട പൈസ മൊത്തം നാട്ടിക്കണ്ടായി. ഓരിക്കായിട്ട് ഒന്നും കരുതി വെക്കൂല, അവസാനം ഒന്നും ഉണ്ടാവൂല. എന്തായാലും ഡ്യൂട്ടിക്ക് ചെന്നപ്പോ തന്നെ ഫസ്റ്റ് ഓർഡറും വന്നു. അയിരില് പഞ്ചാര വെച്ചാണ്ടുള്ള പരിപാടി ഇല്ലേ, സീറ്റ്ലെസ്സി, അതാണ് ഫസ്റ്റ് ഓർഡർ വന്നത്. അതും കൊടുത്ത് അടുത്ത പരിപാടി ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഇന്ന് ഭക്ഷണം കഴിക്കാൻ ഒപ്പുള്ളത് ലിയാഖത്തുബായി മറ്റോനും. ഇവർക്ക് എന്ത് ഭക്ഷണത്തിന്റെ ഒപ്പം ഉള്ളി വേണം. ഇവരൊപ്പം കൂടിയാണ്ട് ഞാനിപ്പോ അങ്ങനെ ആയോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പിന്നല്ല പരിപാടി സലാഡിന് വേണ്ടിയിട്ടുള്ള തക്കാളി ചോപ്പിങ്. ഇത് ഇങ്ങനെ ചെയ്യാനായി കത്തി നല്ല മൂർച്ച വേണം, ഇല്ലെങ്കിൽ തക്കാളി ഉടഞ്ഞു. പുറത്ത് സെക്ഷനത്തെ പണി പൂർത്തിയാക്കിയാണ്ട് നേരെ ഉള്ളിൽ വന്നു. കിച്ചണിൽ വന്നാണ്ടുള്ള പരിപാടിയാണ് ഉള്ളിവടന്റെ പരിപാടി. ഒന്നാമത് പുറത്ത് നല്ല ചൂടാ, ഔത്താണെങ്കിൽ അതിലാറെ വലിയ ചൂട്. അപ്പോഴാണ് ഉസ്താദ് ഒരു സമാധാനത്തിന് വത്തക്ക കൊണ്ട് ഇങ്ങനെ വരും. കിട്ടണോന്നെല്ലാം വലിയ വലിയ പീസ് എടുത്തു. അവസാനം ഞാനാണ് പൊട്ടനായി. അവസാനം എനിക്കും കിട്ടിട്ടോ ഒരു പീസ്. ഇതൊക്കെയല്ലേ കാര്യമില്ല, അത് ആ ചൂടത്ത് കഴിക്കുമ്പോൾ ഒരു സുഖം. ശുഭം.